ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ 2 എക്സ്ട്രാ ഫിറ്റിങ്സ് വണ്ടിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഒരു ഫിറ്റിംഗ് നേരത്തെ ചെയ്തത് ഇത് മൊബൈൽ ഹോൾഡറാണ്. അപ്പം ഡൽഹിയിൽ നിന്ന് എത്തിച്ചാണ് കാസ്റ്റ് എഡിയിട്ടുള്ള സാധനം. നെക്സ്റ്റ് ഫിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ബാൻഡിഡോസ് പിറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് വാങ്ങിയ 2 ഐറ്റംസ്. ഒന്നിതും ഒന്നിതും. ഇപ്പോൾ വണ്ടിയുടെ വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. സാഡൽ ബാഗ് അങ്ങനത്തെ എല്ലാം കെട്ടിയിടാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ ഇത് 2 പീസായിട്ടായിരുന്നു വരിക. ഇവിടെ ഒരു ചെറിയ പീസും ഇതും ഇതിൻ്റെ ഒരു 2 സെറ്റായിട്ട്. അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ നമ്മളിവിടുത്തെ നട്ടും എല്ലാം ഇളങ്കി വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഇവിടെ ഒരു ചെറിയ ഹൈറ്റ് റേസ് വരും, അതേപോലെ ഇവിടെയും ചെറിയൊരു ഹൈറ്റ് റേസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ ഒരു ഇതേപോലത്തെ ഒരു ബ്ലാക്ക് സ്ക്രൂ ആണ് വരിക. അത് ഇത്ര ഡിസ്റ്റൻസ് വരില്ല. ഓക്കെ, ഇവിടെ ഒരു നല്ല നീളമുള്ളൊരു സ്ക്രൂ സെറ്റായിട്ട് വരും. അത് ഇവിടെ ഡയറക്റ്റ് ഇവിടെ വെൽഡ് ചെയ്ത് വെച്ചിട്ടാണ്. ഇതെല്ലാം വരുമ്പോൾ ഈ ഒരു പീസും ഇതും ഒരുമിച്ചാണ് വരിക. പിന്നെ ഇവിടെ ഒരു ചെറിയ ഫിറ്റിംഗ് ഉണ്ട്. ഈ ഒരു പീസിൻ്റെ അപ്പം ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് പറയുമ്പം നമ്മൾ ഈ ബൈക്കിൻ്റെ ഒരൊറ്റ പാർട്സ് സ്ക്രൂസ് അല്ലാണ്ട് വേറെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. അതായത് ഈ പീസ് കിട്ടിയാൽ തന്നെ ഈ ഒരു പാർട്ട് നമ്മൾ റിമൂവ് ചെയ്യണ്ട. അതിന് പകരം അവർ ഇതിന് ആ ലംഘത്തിനുള്ള സ്ക്രൂ വരും. പിന്നെ സ്ക്രൂ എല്ലാം അലങ്കി സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ സെറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്.
അതേപോലെ ഇവിടെയും. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഇത് ഫസ്റ്റ് ചെയ്യുക. ഇത് ഫസ്റ്റ് ചെയ്തതിന് ശേഷം ഈ 2 സ്ക്രൂ ഇട്ട് വെക്കുക. ഇതിപ്പോൾ ലൂസാക്കി വെച്ച് കഴിഞ്ഞാലും പ്രശ്നമില്ല. അതിന് ശേഷം ഈ ഒരു പീസ് 2 സൈഡ്, ഈ പീസ് ഇവിടെ ഇടുന്നതിന് മുന്നേ ഈ ഭാഗം ഇവിടെ ഫിറ്റ് ചെയ്ത് വെക്കും. ഒന്നുകിൽ ഇവിടുന്ന് ഇവിടത്തേക്ക് ഫിറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഈ പീസുമായിട്ട് അതേ ഫിറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് വേണം ഇതിവിടെ വെക്കുക. എന്നിട്ട് ഇവിടെ ഏറ്റവും ഫസ്റ്റ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ലൂസാക്കി വെക്കുക. കാരണം ഈ സ്ക്രൂ അതിൻ്റെ ഹോളിൽ തന്നെ വീണിട്ടുണ്ടെന്ന് കറക്റ്റ് നോക്കും. ഇത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഈ ഒരു പീസ് എന്നിട്ട് ഈ ഒരു പീസ് എന്നിട്ട് ഫസ്റ്റ് മുകളിലത്തെ ടൈറ്റ് ആക്കുക. അപ്പോൾ ഇത് കുറച്ച് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. നമ്മൾ കുറച്ച് അങ്ങോട്ടേക്ക് ടൈറ്റാക്കി പിടിക്കേണ്ടി വരും. എന്നിട്ടാണ് ഇത് ശരിയാവും. അതേപോലെ ഇത് കുറച്ച് മുകളിലോട്ടോ താഴോട്ടായിട്ട് വന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ ടൈറ്റ് ആക്കുക. ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ കുറച്ച് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് പ്രശ്നമില്ലാന്ന് തോന്നും. പിന്നെ അതേപോലെ ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്, ഈ ഭാഗവും പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കും. അതേപോലെ നേരത്തെ പറഞ്ഞ മാതിരി ഇതും തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് ഉണ്ട്. ഇത് ഇവിടെ മാത്രമേ ഫിറ്റ് ചെയ്യാൻ പറ്റൂ, അതിന് മാത്രമേ ഫിറ്റ് ചെയ്യാൻ പറ്റൂ. ഇതെടുത്തിട്ട് ഇപ്പുറം ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഇതിന് ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ 2 പീസ് ഇവിടെ ഫിറ്റ് ചെയ്യാം, ഇവിടെ. അപ്പം ഇപ്പം എന്ന് പറയുമ്പോൾ ഞാൻ പൈസ ഇല്ല, ഇതൊന്നും ഇപ്പം ചെയ്യുന്നില്ല. ഇവിടെ ആണെങ്കിൽ നമുക്ക് 2 ബാഗായിട്ട് കെട്ടിയിടുക, അല്ലെങ്കിൽ സാഡിൽ ബാഗായിട്ട് യൂസ് ചെയ്യും. നല്ല സ്റ്റഡിയായിട്ട് നിൽക്കുന്നുണ്ട്.